ഗൈസ്, അപ്പോൾ നമ്മളെ വ്ളോഗിങ് ചാനലിലേക്ക് പുതിയൊരു ക്യാമറ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമ്മളെ DJIയുടെ ആക്ഷൻ 5 Pro ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അടിപൊളി ക്യാമറ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഭയങ്കര അഡ്വഞ്ചറായിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയൊരു ക്യാമറയാണ്. നല്ല പെർഫോമൻസ് ആണെന്നാണ് പറഞ്ഞത് റിവ്യൂവിൽ. സെറ്റാണ്. സൂപ്പറല്ലേ? വാവ്! ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ ക്യാമറ. ചെറിയ ക്യാമറയാണ്, കണ്ടോ? ചെറിയ ക്യാമറ, നമ്മളെ ആക്ഷൻ 5 Pro. അത് ഓണാക്കി നോക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളുടെ ക്യാമറയുടെ അഡ്വഞ്ചർ കോംബോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലപ്പോൾ നമുക്ക് 3 ബാറ്ററി വരും. അതേപോലെ തന്നെ ഒരു ട്രൈപോഡ് പോലെ ഇതിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് കിട്ടും. അതുപോലെ തന്നെ ഇതൊരു കവർ കിട്ടും. സോ അപ്പം നമുക്കത് ഇതും കൂടി നോക്കാം. ഇതെല്ലാം ഇതിൻ്റെ കവർ ഇതിലിടുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോംബോ വാങ്ങിക്കൊണ്ടാണ് നമുക്ക് ഇതിൽ ബാറ്ററി ബോക്സ് കിട്ടിയത്. ബാറ്ററി അതുപോലെ തന്നെ ഈ സ്റ്റിക്ക്, ട്രൈപോഡിൻ്റെ സ്റ്റിക്ക്, അതുപോലത്തെ ഇതൊക്കെ കിട്ടിയത്. നമ്മൾ സെപ്പറേറ്റ് മേടിക്കുമ്പോൾ ക്യാമറ മാത്രം മേടിക്കുമ്പോൾ ക്യാമറയും ഒരു ചാർജറും ബാറ്ററി മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിതിൽ വരുന്നത് 1950 mAh ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് നമ്മൾ ബാറ്ററി ഇതിലിട്ടിട്ട് നമുക്ക് സെറ്റാക്കിയിട്ട് നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമ്മളിതിൽ ബാറ്ററി ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓണാക്കി നോക്കാം. നല്ല ക്വാളിറ്റി ഉണ്ട് ഗൈസ്. സൂപ്പർ ആക്ഷൻ. ഇതിൽ ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ 2 മാഗ്നറ്റിക് ക്ലിപ്പ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഹെൽമെറ്റിൽ അറ്റാച്ച് ചെയ്യാനുള്ളൊരു മൗണ്ടും കൂടി കിട്ടുന്നുണ്ട്. നമുക്കിത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഈ ക്ലിപ്പ് ഇതിൽ തല തിരിച്ചു പോയി. നമുക്കിതേപോലെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഊരാനും എടുക്കാനൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് കൊണ്ടുനടക്കാനും ഭയങ്കര എളുപ്പമാണ്. നമുക്ക് സെറ്റാണ്. നമുക്കിതും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ രണ്ടും കൂടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. സൂപ്പറാണ്. നമുക്കത് കൊണ്ടുനടക്കാൻ ഭയങ്കര കംഫർട്ടബിളാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ സ്റ്റിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്ന പോലെ നമുക്ക് 1.5 മീറ്റർ നമുക്ക് ഇത് വൈഡായിട്ട് നിർത്താൻ പറ്റും. സൂപ്പറാണ്. നമുക്ക് വല്ല മുകളിൽ നിന്നൊക്കെ വ്യൂ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റാണ്. നമുക്ക് ഭയങ്കര ലോങ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ സൂപ്പറായിട്ട് എടുക്കാൻ പറ്റും. ഭയങ്കര കംഫർട്ടാണ് ഇത് പിടിക്കാൻ. സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഈ പ്രൊട്ടക്ഷൻ കവറും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ സംഭവം ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കവറ്, ഈ കവർ ഇട്ടുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് റീൽ പരുവത്തിൽ നമുക്ക് റീൽസൊക്കെ എടുക്കാൻ എളുപ്പമാണ്. നമുക്ക് ഇങ്ങനെ റീൽസൊക്കെ എടുക്കാൻ പറ്റും. സൂപ്പറാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ നമ്മുടെ വീഡിയോസിലൊക്കെ ഈ ക്യാമറയിലെടുത്ത കണ്ടൻറ്റുകളൊക്കെ ആവും ഉണ്ടാവുക. അപ്പോൾ ക്വാളിറ്റി കണ്ടൻറ്റുകളൊക്കെ ആവും നമുക്ക് ഇനി മുതൽ ഇതിലുണ്ടാവുക. അപ്പോൾ ഈ ക്യാമറയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.